നമസ്കാരം. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിന് പിന്നാലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ബെന്നി തോമസ്. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. രാജിക്കത്ത് ബെന്നി മുഖ്യമന്ത്രിക്ക് കൈമാറി. നേരത്തെ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ബെന്നിയുടെ നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരുന്നത്. സഹോദരി ഭർത്താവ് എന്നതല്ല നിയമനത്തിന്റെ മാനദണ്ഡമെന്നും ബെന്നി തോമസ് നല്ലൊരു പൊതുപ്രവർത്തകനാണെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ബെന്നി ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ ചീഫ് ഏജന്റായി പ്രവർത്തിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തെ ശുപാർശ ചെയ്തത്. ബെന്നി തോമസ് DCC ജനറൽ സെക്രട്ടറിയും മുൻ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, സേവാദൾ ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരിയുടെ ഭർത്താവായ ബെന്നി തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ ശക്തമായി ന്യായീകരിച്ചാണ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അപേക്ഷ ക്ഷണിച്ച് പരീക്ഷയും അഭിമുഖവും നടത്തി ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരിടമല്ല പേഴ്സണൽ സ്റ്റാഫെന്നും മന്ത്രിക്കൊപ്പം പ്രവർത്തിക്കാൻ പൂർണ്ണ വിശ്വാസ്യതയുള്ള വ്യക്തികളെയാണ് ഇത്തരം പദവികളിൽ നിയമിക്കാറുള്ളതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബെന്നി തോമസിനെ നിയമിച്ചത് കേവലം ഒരു ബന്ധു എന്ന പരിഗണനയിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മികച്ച ട്രാക്ക് റെക്കോർഡും അനുഭവ സമ്പത്തും മുൻനിർത്തിയാണെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. ഇന്ദിരാഭവനിൽ നടന്ന കോൺഗ്രസിന്റെ വിശാല KPCC നേതൃയോഗത്തിൽ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പുനഃപരിശോധന ആവശ്യമില്ലെന്ന പൊതുധാരണയിലും പാർട്ടി എത്തിയിരുന്നു. ബെന്നി തോമസ് തികച്ചും യോഗ്യനായ വ്യക്തിയാണെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ കരുതലോടെ വേണമായിരുന്നുവെന്നും അനാവശ്യ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തരുതായിരുന്നുവെന്നും യോഗത്തിൽ പങ്കെടുത്ത MM ഹസൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 13 പേരെയായിരുന്നു സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാൾ ബെന്നി തോമസും മറ്റൊന്ന് സുദീപ് ജെയിംസുമായിരുന്നു. 13 പേരിൽ ഈ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല. സുദീപ് ജെയിംസ് കാലങ്ങളായി സണ്ണി ജോസഫിനൊപ്പമുള്ള ആളാണ്. സഹോദരിയുടെ ഭർത്താവായ ബെന്നി തോമസ് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ തന്റെ ചീഫ് ഏജന്റായി പ്രവർത്തിച്ചതും DCC പ്രസിഡന്റ് ഔദ്യോഗികമായി ശുപാർശ ചെയ്തും ബെന്നി തോമസിനെയാണ്. ദൗർഭാഗ്യകരമായ മാധ്യമ വിവാദങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. തനിക്ക് സ്വന്തമായി ഒരു സഹോദരനുണ്ടായിട്ടും അദ്ദേഹത്തെയല്ല താൻ സ്റ്റാഫിലെടുത്തത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് നിയമപരമായി യാതൊരുവിധ അയോഗ്യത മാനദണ്ഡങ്ങളുമില്ല. ബന്ധപ്പെട്ട മന്ത്രിമാർക്കാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം. ജനപ്രതിനിധിയായും രാഷ്ട്രീയക്കാരനായും മാതൃകാപരമായ പാരമ്പര്യമുള്ള വ്യക്തിയായതിനാലാണ് നേരിട്ട് തന്നെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. നിയമനത്തിൽ യാതൊരുവിധ ഒളിച്ചുകളിയും ഇല്ലാത്തതിനാലാണ് അദ്ദേഹം തൻ്റെ ബന്ധുവാണെന്ന കാര്യം തുറന്നു പറഞ്ഞത്. മന്ത്രി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ സഹായിക്കുന്ന തനിക്കേറെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണ് ബെന്നിയെന്നും മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഇത്രയും രൂക്ഷമായ വിമർശനം ഉയർത്തുമെന്ന് കരുതിയില്ലെന്നും നിയമസഭയിൽ പോലും പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ വിമർശിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന് പൂർണ്ണ പിന്തുണയുമായിട്ടായിരുന്നു മന്ത്രി K മുരളീധരനും രംഗത്തെത്തിയത്. ബെന്നി തോമസ് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നുമായിരുന്നു മുരളീധരൻ്റെയും വാദം. മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ PA മുഹമ്മദ് റിയാസ് മന്ത്രിയായതിൽ അപാകതയില്ലായിരുന്നല്ലോ എന്ന മറുചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം ബന്ധു നിയമനത്തിന്റെ പേരിൽ KPCC യോഗത്തിൽ സണ്ണി ജോസഫിനെതിരെ ആരും വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്ന് മന്ത്രി PC വിഷ്ണുനാഥും വ്യക്തമാക്കിയിരുന്നു. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ബെന്നി തോമസിന്റെ രാജി.